സ്വീറ്റ് അമ്പഴം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മൂത്ത മകന്റെ 15ാമത്തെ ബർത്ത്ഡേക്കാണ് ഞങ്ങൾ ഈ അമ്പഴം വാങ്ങി വെച്ചത്. സാധാരണ അപ്പോൾ അമ്പഴങ്ങ നാടൻ അമ്പഴങ്ങയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്ലാന്റ് വാങ്ങിച്ചു വെച്ചത്. പക്ഷെ ഒരു മരം വെട്ടത് പൂർണ്ണമായിട്ട് ഒടിഞ്ഞു പോയിട്ട് ഇത് നമ്മൾ പിന്നീട് ഉണ്ടായി വന്നത് ഹൈറ്റിലാണ് വളർന്നു വന്നത്. ഇതിനകത്ത് നഴ്സറി പറഞ്ഞിരുന്നത് പൊക്കം കുറഞ്ഞ അമ്പഴങ്ങ ഒരുപാട് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതിന്റെ പേര് സ്വീറ്റ് അമ്പഴം എന്ന് അവർ പറഞ്ഞിരുന്നില്ല. കായ ഉണ്ടാക്കിയപ്പോൾ കായ്ക്ക് സാധാരണ അമ്പഴത്തിൽ നിന്നൊരു വ്യത്യാസമൊക്കെ ഉള്ളവർ എനിക്ക് തോന്നി. മാത്രമല്ല ഇത് വിളയാനൊക്കെ ഒരുപാട് സമയം എടുത്തു. അപ്പൊ എനിക്ക് ഇത് അമ്പഴങ്ങ തന്നെയാണ് സംശയം തോന്നി. ഞാൻ പപ്പ വന്നപ്പോൾ ഇത് പറപ്പിച്ച് ഉൾഭാഗം നോക്കിയ സമയത്ത് നമ്മുടെ സാധാരണ അമ്പഴത്തിന്റെ അകം പോലെയല്ല, അതിന്റെ സീഡ്സിനൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ടെക്സ്ചറിനും ഒക്കെ ടേസ്റ്റിനും ഒക്കെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അമ്പഴങ്ങ തന്നെയാണോ ഇത് എഡിബിൾ ആണോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നി. അപ്പൊ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്താണ് സ്വീറ്റ് അമ്പഴം ഉണ്ടെന്ന് കണ്ടത്. അത് വളരെ ഹൈറ്റ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാകുന്നതാണെന്നും അതിന്റെ കളർ റൈപ്പ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുമെന്നും അതൊരു പഴുത്ത് പാകമാകാൻ ഒത്തിരി സമയം എടുക്കുന്നൊക്കെ അറിഞ്ഞു. എന്തായാലും ഞങ്ങള് തൊലിയൊന്നും കളയാതെ വൃത്തിക്ക് അമ്മ ഇത് പിക്കിളിട്ട് തന്നു. പുളിയൊന്നുമില്ല, ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പം ഇത് വീട്ടിൽ ആരെങ്കിലും സ്വീറ്റ് അമ്പഴം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ചൊന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പഴം ഇങ്ങനെ കാണുന്നത്. നമ്മുടെ നാടൻ അമ്പഴങ്ങ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ കൊണ്ടുവരുമായിരുന്നു. അപ്പൊ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ അമ്പഴം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.